വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 15-ന് നടക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF-ന്റെയും UDF-ന്റെയും മുന്നണികൾ നേതൃത്വം നൽകുന്ന പാനലുകളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ 15-നാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF-ന്റെയും UDF-ന്റെയും പാനലുകളിലുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തീകരിച്ചു. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് LDF സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തിയത്. നേതാക്കളായ KR സോദരൻ, TSBC, വിനോദ് മാക്കത്തടം, ജോൺസൺ സ്കറിയ, ബേബിച്ചൻ തോമസ്, MI മാത്യു, ജോസ് മാടപ്പള്ളി, S സുധീഷ്, സതീഷ് ചന്ദ്രൻ, മാത്യു മാളിയക്കൽ, രാജു ഇല്ലത്ത്, M നാഗയ്യ, C കണ്ണൻ, സന്ധ്യാരാജ, ജിജു എബ്രഹാം തുടങ്ങിയവർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം എത്തിയിരുന്നു. LDF ഭരണസമിതിക്കെതിരെ UDF ഉയർത്തിയ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് നിലവിലുള്ള പ്രസിഡന്റ് ചാക്കോ വർഗീസ് പറഞ്ഞു. സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 35 വർഷം ഇവർ ഭരിച്ചിട്ട് ഈ പ്രദേശത്തിന് വേണ്ടി ഈ ബാങ്കിൽ കൂടെ എന്ത് ചെയ്തു എന്ന് അവരൊന്ന് പറയട്ടെ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഈ 4.5 വർഷക്കാലം കൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഈ പുതിയ കെട്ടിടവും അതുപോലെ പുതിയ ബ്രാഞ്ചും മെഡിക്കൽ സ്റ്റോറും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജനം വിലയിരുത്തിയിട്ട് നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമ്മൾ യാതൊരു വിധത്തിലുള്ള അഴിമതിയും കാണിക്കാതെയാണ് ഈ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുക. KPCC ജനറൽ സെക്രട്ടറി തോമസ് രാജൻ, നേതാക്കളായ CS യശോധരൻ, ബിജു ആക്കാട്ടുമുണ്ടയിൽ, ടോണി മാക്കോറ, മുത്തുകുമാർ, KP സുദർശനൻ, രാജാമാട്ടുകാരൻ, സുരേഷ് മാനങ്കേരി, ഷാജി തത്തമ്പള്ളി, ഷൈലമ സിബി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനെത്തിയത്. സംസ്ഥാനത്തുടനീളം സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന LDF-ന്റെ സമീപനത്തിനെതിരായ വിധിയെഴുത്താണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പെന്ന് KPCC ജനറൽ സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ഒരു വലിയ മേച്ചിൽപ്പുറമായി സഹകരണ സ്ഥാപനങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നുള്ള അതീവ ഗൗരവതരമായ കേരളം നേരിടുന്ന പ്രതിസന്ധിക്കെതിരെ ഈ കേരള സമൂഹത്തിലെ കർഷക സമൂഹവും ജനാധിപത്യ സമൂഹവും മാറി ചിന്തിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവായിരിക്കും 15-ാം തീയതി നടക്കാൻ പോകുന്ന വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അത്യുജ്വലമായി തിരിച്ചു വന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ടിറങ്ങുകയാണ്. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്കിന്റെ 13-അംഗ ഭരണസമിതിയിലേക്കാണ് 15-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും ഉൾപ്പെടെ ഇരുമുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇടതുമുന്നണിയാണ് ബാങ്കിന്റെ ഭരണം നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, അണക്കര.